ഒരാളെ അങ്ങ് തട്ടിയിട്ടാണോടാ സ്റ്റേഷനിൽ നിന്റെ അഭ്യാസം? CI മുഹമ്മദ് റിയാസ് ദേവന്റെ കുപ്പായത്തിൽ കുത്തിപ്പിടിച്ചു വലിച്ചു. ഞാൻ ആരെയും കൊന്നിട്ടില്ല. മുഹമ്മദ് റിയാസ് ദേവന്റെ ബാഗും മൊബൈൽ ഫോണും പിടിച്ചു വാങ്ങിക്കൊണ്ട് സ്റ്റേഷൻ സെല്ലിലിട്ട് പൂട്ടി. സാറേ, നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണ്ടേ? എടോ, താനെന്നെ പഠിപ്പിക്കേണ്ട. ഇവനെ നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കണം. ഇന്നിവിടെ കിടക്കട്ടെ. സാറേ, ഇയാള് ഇന്നലെ വൈകിട്ടാ വന്നത്. വേണമെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ ഹാജരാക്കിക്കൂടെ? ഓ, ഇവനാരാടോ? തന്റെ കുഞ്ഞമ്മയുടെ മോനോ? അറസ്റ്റ് രേഖപ്പെടുത്താൻ ഇനിയും സമയമെടുക്കും. അപ്പോ നാളെ നേരം വെളുത്താലും 24 മണിക്കൂർ ആവില്ല. അപ്പോഴേക്കും ഇവന്റെ ജാതകമൊന്ന് ഞാൻ പഠിക്കട്ടെ. രവീന്ദ്രൻ CIയുടെ അടുത്തു നിന്നും മാറി. ദേവൻ സെല്ലിൽ കിടന്നുകൊണ്ട് CI റിയാസിനെ നോക്കി. സർ, സർ, പ്ലീസ് സർ, ഇത് ചതിയാണ്. ഞാൻ ആരെയും കൊന്നിട്ടില്ല. ചീമിണ്ടാതിരിക്കടാ. ഹാ, പിന്നെ നീ മുട്ടാൻ പോയ ആള് കൊള്ളാം. ജോർജ് സാറിന്റെ അടുത്താ നിന്റെ കളി. അപ്പോ നിങ്ങൾ എല്ലാവരും കൂടിയുള്ള കളിയാണല്ലേ? അതേടാ, നീ ഈ സിനിമയൊക്കെ കാണാറുണ്ടല്ലേ? എടാ മോനെ, അതിലെ ഹീറോയാവാൻ വെറും 2-2.5 മണിക്കൂറേ കഴിയൂ. ലൈഫിൽ അതൊന്നും വർക്കൗട്ട് ആവില്ല. നീ ആരടാ? സ്ത്രീകളുടെ രക്ഷകനോ? സാറിൽ നിന്നും വല്ലതും കിട്ടിയാ വാങ്ങിപ്പോയാ പോരായിരുന്നോ? നാളെ നിനക്ക് ശിക്ഷ വിധിക്കുന്നതേ പോലീസും കോടതിയൊന്നും ആയിരിക്കില്ല, അയാളായിരിക്കും, ജോർജ് സാർ. നീ കാരണം ഇന്ന് എന്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് പണം വരും. അതിലെനിക്ക് നിന്നോട് സ്നേഹമുണ്ട് കേട്ടോ. നിന്നെയൊക്കെ ആരാടാ പോലീസിലെടുത്തത്? ആഹാ, നായകനുണർന്നല്ലോ. മോന് സാർ ഒരു മരുന്ന് തരാം. എടോ രവീന്ദ്ര, ആ സെല്ല് തുറക്ക്. സാറേ, അത് വേണോ? തുറക്കടോ. രവീന്ദ്രൻ സെല്ല് തുറന്നു. റിയാസ് സെല്ലിൽ കയറി. അയാളുടെ യൂണിഫോമിൽ നിന്നും വില കൂടിയ പെർഫ്യൂമിന്റെ മണം ദേവന്റെ മൂക്കിലേക്ക് ഇരച്ചു കയറി. നിനക്ക് പോലീസുകാരുടെ ബഹുമാനക്കുറവുണ്ടല്ലേ? അതിന്നത്തോടെ മാറണം. റിയാസിന്റെ അടിയേറ്റ് ദേവൻ തറയിൽ വീണു. പുറമേക്ക് മുറിവ് പറ്റാത്ത വിധം റിയാസ് ദേവന്റെ അടിവയറ്റിൽ ചവിട്ടാൻ തുടങ്ങി. വേണ്ട സാറേ, മതി. നാളെ കോടതിയിൽ ഹാജരാക്കേണ്ടതാണ്. റിയാസ് സെല്ലിൽ നിന്നും പുറത്തേക്ക് കടന്നു. പച്ചവെള്ളം കൊടുക്കരുത്. അവൻ ഇന്ന് രാത്രി മുഴുവൻ ചിന്തിക്കട്ടെ ആരോടാണ് അവൻ കളിച്ചതെന്ന്. റിയാസ് പുറത്തിറങ്ങിയപ്പോൾ രവീന്ദ്രന്റെ സെല്ലടിച്ചു. റിയാസ് ഫോണിൽ ആരോട് വിളിച്ച് സംസാരിക്കുന്നുണ്ട്. കിട്ടി സാറേ, കിട്ടി. എന്റെ കെട്ടികളുടെ ഫോണിലേക്ക് മെസ്സേജ് വന്നായിരുന്നു. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? പണത്തിന്റെ കാര്യത്തില് സാറ് ഫാസ്റ്റ് ആണെന്ന്. ദേവൻ തന്റെ വിധിയോർത്ത് തറയിൽ മലർന്നു കിടന്നു. ഇതിൽ നിന്നെല്ലാം എങ്ങനെ രക്ഷപ്പെടും? നാളെ തന്നെ കോടതിയിൽ ഹാജരാക്കുന്നതറിയാതെ ഇപ്പോൾ കാത്തിരിക്കുകയാകും പാവം അമ്മ. അവരെ എങ്ങനെ അറിയിക്കും? കോടതിയിൽ നിന്നും ഇനി എങ്ങോട്ടായിരിക്കും കൊണ്ടുപോവുക? റിയാസ് ദേവന്റെ സെല്ലിന്റെ അടുത്തെത്തി. സാറ് മയങ്ങുവാണോ? നല്ലപോലെ വിയർക്കുന്നുണ്ടല്ലോ. സെല്ലില് ഫാനില്ല. സാറ് ക്ഷമിച്ചേക്കണം. ദേവൻ വെറുപ്പോടെ റിയാസിനെ നോക്കി. നാളെ നിനക്ക് വേണ്ടി ആരും കോടതിയിൽ വരില്ല. ജോർജ് സാർ നിനക്ക് നൽകാൻ പോകുന്ന ശിക്ഷ നീ ഇരുകൈ നീട്ടി സ്വീകരിക്കണം. അത് മരണോ ആയാലും. ഇനി നിനക്ക് വേണ്ടി ഏതെങ്കിലും വക്കീല് വന്നാലും രക്ഷയൊന്നുമില്ല. ജാമ്യം കിട്ടില്ല. സെക്ഷൻ 323, 324, 302 അത്രയേ എന്നെക്കൊണ്ട് എഴുതി ചേർക്കാൻ കഴിഞ്ഞുള്ളൂ. നീ അതുകൊണ്ട് തൃപ്തിപ്പെട്ടേക്കണം. രാത്രി അവശനായി കിടന്ന ദേവന്റെ മുന്നിലേക്ക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന രവീന്ദ്രൻ വന്നു. അയാള് പോയി. നിനക്ക് വിശക്കുന്നുണ്ടോ? ദേവൻ കിടന്നിടത്തു നിന്നും തല ഉയർത്തി നോക്കി. ഇല്ല. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണല്ലോടോ. സാറിന് ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമോ? ദേവൻ നിറകണ്ണുകളോടെ ചോദിച്ചു. എന്താ? എനിക്കെന്റെ അമ്മയോടൊന്ന് സംസാരിക്കണം. എന്നെ കാണാതെ ആ പാവം കരഞ്ഞുകൊണ്ട് നടപ്പാവും. നീ ഇപ്പൊ അവരെ വിളിക്കേണ്ട ദേവ. നിന്റെ സംസാരം അവർക്ക് സഹിക്കാനും മനസ്സിലാക്കാനും കഴിയാത്ത അവസ്ഥയിലായിരിക്കും. നീ നമ്പർ പറ. ഞാൻ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. നിന്നെ നാളെ ഹാജരാക്കുന്നത് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ മുൻപിലാണ്. അത് നിന്റെ വീട്ടുകാരറിയണം ദേവ. അല്ലെങ്കിൽ നിന്നെ ആർക്കും രക്ഷിക്കാൻ കഴിയില്ല, ഒരിക്കലും. രവീന്ദ്രൻ ദേവന്റെ കയ്യിൽ നിന്നും നമ്പർ വാങ്ങിക്കൊണ്ട് സ്റ്റേഷന്റെ പുറത്തേക്ക് പോയി. രാത്രി മുഴുവൻ തന്റെ വീട്ടുകാരെ ഓർത്ത് ദേവൻ ഉറങ്ങാതെ കിടന്നു. ജോർജീപ്പൻ എറിഞ്ഞുകൊടുക്കുന്ന എല്ലിൻ കഷ്ണത്തിന് ചുറ്റും കൊതിയോടെ വന്നെടുക്കുന്ന നായ്ക്കളിൽ ഒരാളെയാണ് താൻ ഇന്ന് കണ്ടത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ കാണുമായിരിക്കും. സ്റ്റേഷനിലെ കൊതുകുകൾ സാവകാശം ദേവന്റെ ചോര വലിച്ചു കുടിച്ചുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം
ദേവനെ കോടതിയിൽ ഹാജരാക്കി. കോടതിയുടെ പുറത്ത് ദേവന്റെ അമ്മാവനായ രാഘവൻ നിൽപ്പുണ്ട്. അയാൾ ദേവനെ നോക്കി നെടുവീർപ്പിട്ടു. കോടതിക്ക് ചുറ്റും പല കേസിന്റെയും വാദം കേൾക്കാനായി ആളുകൾ കൂടി നിൽപ്പുണ്ട്. ഒരു വശത്ത് ജാമ്യത്തിൽ പുറത്തിറങ്ങിയ പ്രതികളും അവരുടെ കൂട്ടുകാരും, മറുഭാഗത്ത് കേസുകളിൽ സാക്ഷി ചേർക്കപ്പെട്ട ചിലർ. എല്ലാവർക്കുമിടയിൽ വിചാരണയിൽ പങ്കെടുക്കുവാനും കാവലിനുമായി പോലീസ് ഉദ്യോഗസ്ഥരുമുണ്ട്. ദേവന്റെ കൂടെ എത്തി. ദേവനെ പോലീസ് പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തി. കേസിന്റെ വിവരം CI മുഹമ്മദ് റിയാസിന്റെ കയ്യിൽ നിന്നും ക്ലർക്ക് മജിസ്ട്രേറ്റിനെ ഏൽപ്പിച്ചു. ഇന്ത്യൻ ഭരണഘടനയുടെ നിയമസംഹിതയെ സാക്ഷിയാക്കി കോടതിയിൽ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ എന്ന് ദേവൻ സത്യം ചെയ്തു. ദേവനെ വിചാരണ ചെയ്യാൻ പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പ്രദീപ് കുമാർ എഴുന്നേറ്റു. ദേവൻ എന്ന് പറയുന്ന നിങ്ങൾ എത്ര കാലമായി പീറ്റേഴ്സൺ എസ്റ്റേറ്റിൽ മാനേജറായി ജോലി ചെയ്യുന്നു? 2 ആഴ്ചയോളമായി. ഇനി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒന്നുകിൽ അതെ അല്ലെങ്കിൽ അല്ല എന്ന് വേണം മറുപടി പറയാൻ. ദേവൻ ചെയ്തിരുന്ന ജോലിയിൽ തൃപ്തനായിരുന്നോ? അല്ല. നിയമത്തിന് വിരുദ്ധമായി ദേവൻ അവിടെ എന്തെങ്കിലും അനുഭവപ്പെടുകയുണ്ടായോ? ഉണ്ട്. കൊല്ലപ്പെട്ട ജോൺകുട്ടിയും ദേവനും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എന്തിനാണ് ദേവൻ ജോൺകുട്ടിയെ ക്രൂരമായി കൊലപ്പെടുത്തിയത്? ഞാൻ ആരെയും കൊന്നിട്ടില്ല. എന്നെ വിശ്വസിക്കണം. ജോൺകുട്ടി കൊല്ലപ്പെടുന്നതിന് മുൻപ് നിങ്ങളും ജോൺകുട്ടിയും കൂടി സംഘടനമുണ്ടായിരുന്നുവെന്ന് നിങ്ങൾ പോലീസിനോട് സമ്മതിച്ചിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അത് സത്യമാണോ? സത്യമാണ്. ഏതായുധം ഉപയോഗിച്ചാണ് നിങ്ങൾ ജോൺകുട്ടിയെ ആക്രമിച്ചത്? അയാളെ കൊല്ലാൻ മാത്രം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. വീട്ടിലേക്ക് പോകാൻ ശ്രമിച്ച എന്നെ അയാൾ തടഞ്ഞു. അയാൾ എനിക്ക് നേരെ തോക്ക് ചൂണ്ടി. ആ തോക്ക് പിടിച്ചു വാങ്ങി അയാളെ അടിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് ചെയ്തത്. സംഭവ സ്ഥലത്ത് നിന്നും പോലീസ് കണ്ടെത്തിയ തോക്ക് ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെടുന്നു. പോലീസ് തോക്ക് കോടതിയിൽ ഹാജരാക്കി. ഈ തോക്കുകൊണ്ടുള്ള മുറിവുകളല്ല ജോൺകുട്ടിയുടെ ബോഡിയിലുണ്ടായിരുന്നത്. കത്തികൊണ്ടോ മറ്റു മൂർച്ചയേറിയ ആയുധം കൊണ്ടോ ഉള്ള മുറിവുകളായിരുന്നു. ഈ കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്ത സ്ഥലം CI മുഹമ്മദ് റിയാസിനെ വിസ്തരിക്കേണ്ടതുണ്ട്. മജിസ്ട്രേറ്റിന്റെ അനുമതിയോടെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രദീപ് കുമാർ CI മുഹമ്മദ് റിയാസിനെ വിസ്തരിച്ചു. നിങ്ങൾ ഏത് സാഹചര്യത്തിലാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ദേവനെ അറസ്റ്റ് ചെയ്യുന്നത്? പീറ്റേഴ്സൺ എസ്റ്റേറ്റിൽ നിന്ന് ഒരു തൊഴിലാളി ജോൺകുട്ടിയുടെ ബോഡി കണ്ടു എന്ന് എന്നെ ഫോൺ ചെയ്ത് അറിയിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ ഞാനും സംഘവും പ്രതി താമസിച്ചിരുന്ന വീടിന്റെ അടച്ചിട്ട മുറിയിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. പോലീസിന് ആ മുറിയുടെ വാതിൽ തകർക്കേണ്ടി വന്നു. പോലീസുമായി മൽപ്പിടുത്തത്തിനൊരുങ്ങിയ പ്രതിയെ കീഴ്പ്പെടുത്താനായി പോലീസിന് ബലം പ്രയോഗിക്കേണ്ടതായി വന്നു. കള്ളമാണത്. ഇതെല്ലാം കള്ളമാണ്. അയാൾ മെനഞ്ഞെടുത്ത കള്ളമാണ് സാറേ ഇതെല്ലാം. ദേവൻ വൈകാരികമായി അലറിക്കൊണ്ടാണത് പറഞ്ഞത്. കോടതിയിൽ പാലിക്കേണ്ട മര്യാദകൾ പാലിച്ചില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ അതുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ കൂടി ചാർത്തപ്പെടുന്നതാണ്. ദേവൻ നിറകണ്ണുകളോടെ മജിസ്ട്രേറ്റിനെ നോക്കി. അയാളുടെ മുഖത്ത് പ്രത്യേകിച്ചൊരു ഭാവവുമില്ല. ദേവൻ പ്രതിക്കൂട്ടിനപ്പുറത്ത് നിൽക്കുന്ന ASI രവീന്ദ്രനെ നോക്കി. ശാന്തമായി സംസാരിക്കാൻ രവീന്ദ്രൻ ദേവനെ നോക്കി ഇരുകണ്ണുകളും അടച്ചു കാണിച്ചു. ഈ കേസിൽ സ്ഥലം CI മുഹമ്മദ് റിയാസ് എന്ന നിങ്ങൾക്ക് കോടതിയോട് എന്തെങ്കിലും ആവശ്യപ്പെടാനുണ്ടോ? ഉണ്ട്. ജോൺകുട്ടി എന്ന വ്യക്തിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ദേവൻ മയക്കുമരുന്നിന് അടിമയാണ്. ദേവനിൽ നിന്നും പിടിച്ചെടുത്ത ബാഗിൽ നിരോധിച്ച അതിവീര്യമുള്ള മെക്സിക്കൻ മയക്കുമരുന്നായ നിയോറെക്സ് കണ്ടെത്തിയിട്ടുണ്ട്. കൊല്ലപ്പെട്ട ജോൺകുട്ടിയുടെ ബോഡിയുടെ അരികിൽ നിന്നും ഈ മയക്കുമരുന്നിന്റെ അംശങ്ങൾ ലഭിക്കുകയുണ്ടായി. ഇതിൽ നിന്നും ജോൺകുട്ടിയെ കൊല്ലാനുള്ള ശക്തിക്കും ധൈര്യത്തിനും വേണ്ടി പ്രതി നിയോറെക്സ് ഉപയോഗിച്ചാണ് കൃത്യം നടത്തിയിരിക്കുന്നതെന്ന് വ്യക്തമാണ്. തെളിവെടുപ്പിനും കേസിന്റെ സുതാര്യതയ്ക്കും വേണ്ടി പ്രതിയായ ദേവനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുതരണമെന്ന് കോടതിയോട് വിനയപൂർവ്വം ഞാൻ അപേക്ഷിക്കുന്നു. ദേവന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ കവളിലൂടെ ഒലിച്ചിറങ്ങി. അയാൾ ജോർജ് ഈപ്പൻ എന്ന വേട്ടപ്പട്ടിയുടെ കാലിൽ നിസ്സഹായനായി കുരുങ്ങിക്കിടക്കുകയാണ് താനെന്ന് മനസ്സിലാക്കി. ഈ കേസിൽ പോലീസ് 2 സാക്ഷിമൊഴി കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരെ വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി എന്നെ അനുവദിക്കണമെന്ന് അപേക്ഷിക്കുന്നു. യു ക്യാൻ പ്രൊസീഡ്. സാക്ഷിക്കൂട്ടിലേക്ക് കയറി നിന്ന ആ 2 പേരെ കണ്ട് ദേവൻ ഞെട്ടിപ്പോയി. ഉണ്ണിയും വാസുവും. കോടതി മുൻപാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ എന്നവർ സത്യം ചെയ്തപ്പോൾ
ദേവൻ അവരുടെ മുഖത്തേക്ക് നോക്കി. അവർ ദേവനെ നോക്കിയതേയില്ല. നിങ്ങൾ പീറ്റേഴ്സൺ എസ്റ്റേറ്റിലെ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളാണോ? അതെ. നിങ്ങൾ എപ്പോഴാണ് ജോൺകുട്ടിയുടെ ബോഡി കാണുന്നത്? രാത്രി ഒരു 9:30 മണിയായി കാണും. ദേവൻ നിർവികാരനായി എല്ലാം കേട്ടുനിന്നു. മാനസികമായി അയാൾ ഏറെ തളർന്നിരുന്നു. ആ സമയത്ത് എന്തിനാണ് നിങ്ങൾ ദേവൻ താമസിച്ചിരുന്ന വീടിനടുത്തേക്ക് പോയത്? റബ്ബർ വെട്ടാനുള്ള പുതിയ കത്തികൾ വന്നിട്ടുണ്ടെന്ന് സാറ് പറഞ്ഞിരുന്നു. ഏത് സാറ്? ദേവൻ സാറ്. പോലീസ് അവിടെ എത്തുമ്പോ എത്ര സമയമായി കാണും? 11 കഴിഞ്ഞ് കാണും. പോലീസ് അവിടെ വന്നിട്ട് എന്താണ് ചെയ്തത്? പോലീസ് ജോൺകുട്ടിയുടെ ശവം കണ്ടെടുത്തതിന് ശേഷം ദേവൻ സാറിനെ തെരഞ്ഞു. വീടിനുള്ളിൽ വാതിൽ അടച്ചുപൂട്ടിയിരിക്കുകയായിരുന്നു ദേവൻ സാറ്. പോലീസ് വാതിൽ തുറക്കാൻ പറഞ്ഞു. എന്നിട്ട് ദേവൻ വാതിൽ തുറന്നോ? ഇല്ല. ഒടുവിൽ പോലീസുകാര് വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കടക്കുകയായിരുന്നു. പ്രദീപ് കുമാർ വാസുവിനെ നോക്കി. ഒന്നാം സാക്ഷി ഉണ്ണി പറഞ്ഞത് സത്യമാണോ? അതെ. പ്രദീപ് കുമാർ മജിസ്ട്രേറ്റിന് നേരെ തിരിഞ്ഞു നിന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. മജിസ്ട്രേറ്റ് പോലീസ് രേഖകൾ ഒന്നുകൂടി വേഗത്തിൽ പരിശോധിച്ചു. ജോൺകുട്ടി വധക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട ദേവനുമേൽ IPC 323, 324, 302 എന്നീ ഗൗരവകരമായ കുറ്റങ്ങൾ ചാർത്തപ്പെടുകയും അതിന് സാക്ഷിമൊഴികളുടെ പിൻബലമുള്ളതിനാലും കൂടുതൽ തെളിവെടുപ്പിനായി പ്രതിയെ 2 ദിവസം പോലീസ് കസ്റ്റഡിയിലും തുടർന്ന് വിചാരണ തടവിന്റെ ഭാഗമായി പ്രതിയെ 14 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് മാറ്റാനും ഈ കോടതി ഉത്തരവിടുന്നു. മജിസ്ട്രേറ്റിന്റെ വാക്കുകൾ കേട്ട് കോടതി വരാന്തയിൽ നിന്നിരുന്ന പ്രഭാകരന്റെ കണ്ണിൽ ഇരുട്ട് കയറി. ഈ ജുഡീഷ്യൽ കസ്റ്റഡി എന്ന് പറഞ്ഞ? അയാൾ സ്വയം പറഞ്ഞു. സബ് ജയിലിലേക്ക് മാറ്റുമെന്ന് അടുത്തുനിന്ന് ആരോ പറഞ്ഞു. അരികിൽ നിന്നയാളുടെ വാക്കുകൾ കേട്ട് രാഘവന്റെ നെഞ്ചു പിടഞ്ഞു. കുട്ടിക്കാലം മുതൽ താൻ കാണുന്ന ദേവൻ കുറ്റവാളിയെപ്പോലെ ജയിലിൽ. സങ്കല്പിക്കാനേ കഴിയുന്നില്ല. ഈശ്വര, ജയിലിലേക്കോ? ദേവനെ പോലീസുകാരൊരു വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോകാനുള്ള ശ്രമത്തിനിടയിലേക്ക് രാഘവൻ ചെന്നു. അമ്മാവ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്കറിയാം നീ ഒരു തെറ്റും ചെയ്യില്ലെന്ന്. എന്താ നിനക്ക് പറ്റിയത്? പറയാൻ കുറേയുണ്ട്. ആ മതി, വണ്ടിയിൽ കയറ്. കൂട്ടത്തിലൊരു പോലീസുകാരൻ ദേവനെ തുറച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. മോനെ, നിന്റെ അമ്മ ഇപ്പോഴിവിടെ എത്തും നിന്നെ കാണാൻ. വേണ്ട, ഈ അവസ്ഥയില് അമ്മ എന്നെ കാണാൻ പാടില്ല. സഹിക്കില്ല. നീ പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ. അമ്മാവനുണ്ട്. അപ്പോഴേക്കും ദേവനുമായി പോലീസ് ജീപ്പ് സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടിരുന്നു. അല്പസമയത്തിനകം സുഭദ്ര കോടതി വളപ്പിലെത്തി. ഏട്ടാ, എന്റെ മോനെവിടെ? വാ, പറയാം. എനിക്കെന്റെ മോനെ കാണണം. സുഭദ്ര കോടതി വളപ്പിൽ പൊട്ടിക്കരയാൻ തുടങ്ങി. അന്ന് ഉച്ചയോടെ കോടതി പിരിഞ്ഞിരുന്നു. കോടതി മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറിൽ കയറിപ്പോകുന്ന മജിസ്ട്രേറ്റ് പൊട്ടിക്കരയുന്ന സുഭദ്രയെ നോക്കി. സുഭദ്രേ, ഇത് കോടതിയാണ്. വാ, പോവാം. ഏട്ടാ, എന്റെ മോനെവിടെ? എന്റെ മോനെ അവരെന്താ ചെയ്തേ? അവനെ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയിരിക്കുകയാണ്. വേഗം തിരിച്ചു വരും. രാഘവൻ സുഭദ്രയെ പിടിച്ചുകൊണ്ടുപോയി. സ്റ്റേഷനിലെത്തിയതോടെ ദേവനെ പോലീസുകാർ അരണ്ട വെളിച്ചമുള്ള ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി. CI മുഹമ്മദ് റിയാസിന്റെ രൂപം അവന് നേരെ നടന്നെടുത്തു. ആ മുറി പോലീസുകാരകത്തുനിന്നും അടച്ചു. ദേവ, നിനക്കിപ്പോ ബെസ്റ്റ് ടൈമാണല്ലോടാ. അല്ലെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് പോകുന്നതിന് മുമ്പ് 2 ദിവസം നിന്നെ പോലീസ് കസ്റ്റഡിയിൽ കിട്ടുവോ? മജിസ്ട്രേറ്റ് കൊള്ളാം. നിന്നോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ, നിനക്കുള്ള ശിക്ഷ വിധിക്കുന്നത് പോലീസും കോടതിയും ഒന്നും അല്ലെന്ന്. തിമീങ്കലത്തോടെ ഏറ്റുമുട്ടിയ പരൽമീനിന്റെ അവസ്ഥയാണ് നിനക്ക്. എന്നും എക്കാലത്തും നിങ്ങൾ ജയിക്കുമെന്ന് കരുതണ്ട. എല്ലാറ്റിനും മേലെ ഒരാളുണ്ട്. ഇതിനെല്ലാം നിങ്ങൾ അനുഭവിക്കും. മറുപടി പറയേണ്ടി വരും. പടക്കം പൊട്ടുന്ന പോലെ ഒരു ശബ്ദം. റിയാസിന്റെ അടിയേറ്റ് ദേവന്റെ മുഖം ചുവന്നു. മുറിയിൽ ലൈറ്റുകൾ തെളിഞ്ഞു. CI മുഹമ്മദ് റിയാസിന്റെ ഫോണിലേക്ക് ഒരു വീഡിയോ കോൾ വന്നു. ദേ വിളിക്കുന്നു, നിന്നെ കാണാനാണ്. റിയാസ് കോളിന്റെ പച്ച അടയാളത്തിൽ തൊട്ടു. ഒരു ലക്ഷറി റൂമിലിരുന്നു കൊണ്ട് മദ്യപിക്കുന്ന ജോർജ് ഈപ്പൻ. എന്താ ദേവാ, സുഖമല്ലേ? നിനക്കിതിന്റെ കാര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. നീ വലിയ പുണ്യാളനല്ലേ? ഈ കാലത്തെ പുണ്യാളന്മാർക്ക് ജീവിക്കാൻ വലിയ പാടാ ദേവാ. പുണ്യം ചെയ്യാം,
ഒരു അഡ്വർടൈസ്മെന്റിന് വേണ്ടി, പരസ്യത്തിന് വേണ്ടി. എവറിത്തിങ് ഫോർ ബിസിനസ്, എവറിത്തിങ് ഫോർ മണി. നിനക്ക് നല്ലൊരു ഭാവി ഞാൻ കണ്ടിരുന്നു. നീ ഇത്ര വിഡ്ഢിയാണെന്ന് ഞാൻ കരുതിയില്ല. നിനക്ക് ഈ ലോകത്തെപ്പറ്റി അറിയില്ല ദേവൻ. ഞാനും ഒരു നന്മമരമാണ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ ബിസിനസ്. 5 കോടി നൽകി ചാനലുകളിൽ കമ്പനിയുടെ പരസ്യം ഞാൻ കൊടുക്കാറില്ല. 5 ലക്ഷം ഞാൻ അനാഥാലയത്തിന് നൽകും. അത് ചാനലിൽ ചർച്ചയാകും. 5 കോടി നൽകി നേടുന്നതിനേക്കാൾ റീച്ച് ആ വാർത്തയ്ക്കുണ്ടാവും. ദാറ്റ്സ് മീ ആൻഡ് മൈ സ്ട്രാറ്റജി. ഞാൻ വളർത്തുന്ന പെൺകുട്ടികളാണ് ആ അനാഥാലയത്തിലുണ്ടാവുക. 5 ലക്ഷം രൂപ അവർക്കുള്ള തീറ്റയുടെ ചെലവ്. ഉത്സവത്തിന് മുഴുത്ത മുട്ടനാടിനെ അറക്കുന്നത് പോലെ അതിലെ ലക്ഷണമൊത്ത പെൺകുട്ടികൾ വിദേശത്തേക്ക് പോകും, പലരുടെയും രാത്രികളെ കൊഴുപ്പിക്കാൻ. പെണ്ണെന്ന് പറഞ്ഞാൽ ഒരു തൊട്ടാവാടിയാണ് ദേവൻ. അതിൽ മുള്ളുകളുണ്ടെങ്കിലും അറിഞ്ഞു തൊട്ടാൽ തളർന്നു പോവും. മനുഷ്യന് വികാരങ്ങളുള്ള കാലത്തോളം ഈ ബിസിനസ് വളർന്നുകൊണ്ടേയിരിക്കും. മഴയും വെയിലും പകലും രാത്രിയും ഈ ബിസിനസിനെ ബാധിക്കുന്നില്ല. നിർത്തടാ. നീ കണ്ട സ്ത്രീകളെല്ലാം തൊട്ടാവാടികളാണെന്ന് കരുതുന്നത് നിന്റെ തെറ്റ്. അവരൊരിക്കൽ പ്രതികരിക്കും. നിന്റെ തനിനിറം പുറത്തു കൊണ്ടുവരും. അവർക്കൊപ്പം ഞാനും ഉണ്ടാവും. നിനക്കെതിരെ അവർ ശബ്ദമുയർത്തും. ആര്? നിന്റെ ത്രേസിയോ അതോ ആൻസിയോ? ആ 9 പെണ്ണുങ്ങളോ? മറുപടി പറയാതെ ദേവൻ ഫോണിൽ നിന്നും മുഖം തിരിച്ചു. ഇതിലേക്ക് നോക്കടാ. CA മുഹമ്മദ് റിയാസ് ദേവന്റെ തലമുടിയിൽ പിടിച്ച് ഫോണിലേക്ക് അടുപ്പിച്ചു. എന്താണ് ദേവ, ഞാനൊരു പാവം ബിസിനസ്മാൻ അല്ലേ? എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. തെളിവെടുപ്പിന് മുൻപ് ഒരു കാര്യം ചെയ്യേണ്ടി വന്നിരിക്കുന്നു. 9 പെണ്ണുങ്ങൾ, ഒറ്റ കുഴി, 2 ചാക്ക് പഞ്ചസാര. ദേവന് മനസ്സിലായില്ല അല്ലേ? തെളിവുകൾ ബാക്കി വെക്കുന്നത് എനിക്കിഷ്ടമല്ല. നീ കാരണം നിന്റെ അമ്മക്കിളികൾ ചാരമാകാൻ പോകുന്നു. കൂടെ അവളും ആ ആൻസിയും. അവരെ കത്തിച്ച് ചാരമാക്കി മണ്ണിട്ട് മൂടിയതിനു ശേഷമേ നീയുമായിട്ട് പോലീസ് അവിടെ തെളിവെടുപ്പിനെത്തുകയുള്ളൂ. നീ എനിക്ക് വലിയ നഷ്ടം വരുത്തി വെച്ചിരിക്കുന്നു. ആൻസിയെ 6 ലക്ഷത്തിന് വില പറഞ്ഞു വെച്ചിരുന്നതാണ്. കൂടെയുള്ള മറ്റു പെണ്ണുങ്ങളുടെ കണ്ണിനും കരളിനും ഹാർട്ടിനും കിഡ്നിക്കും ഒക്കെ ആളുകളുണ്ടായിരുന്നു. എല്ലാം നീ നശിപ്പിച്ചു. നീ കാരണം എനിക്ക് ലക്ഷങ്ങളുടെ നഷ്ടം. നിന്നെ കൊന്ന് നിന്റെ അവയവങ്ങൾ ഞാൻ വിൽക്കും. നിന്റെ ദേവൂട്ടി, നിന്റെ മീനാക്ഷി എന്നിവരെ വെച്ച് ആ നഷ്ടം ഞാൻ നികത്തും. ഡാ. ദേവന്റെ അടിയേറ്റ് റിയാസിന്റെ കയ്യിലെ മൊബൈൽ ഫോൺ തെറിച്ചുപോയി. കുറേ നേരം പോലീസുകാർ ചുറ്റും നിന്ന് ദേവനെ ചവിട്ടി മെതിച്ചു. മൂത്രമൊഴിക്കാൻ പോലും ആവാതെ ദേവൻ തളർന്നു വീണു. അന്ന് രാത്രി വീട്ടിലെത്തിയ CA മുഹമ്മദ് റിയാസ് ഭാര്യ ആയിഷയോട് സംസാരിച്ചുകൊണ്ട് അയാളുടെ ബെഡ്റൂമിലിരിക്കുകയാണ്. ഇങ്ങക്ക് പുതിയ കാറെടുക്കാൻ എവിടുന്നാ പൈസ? നിന്റെ വാപ്പ സുലൈമാൻ തന്നതാ. നിങ്ങൾ എന്നെ പറഞ്ഞോ? എന്റെ വാപ്പേനെ പറയരുത്. കാപ്പിയിൽ വിഷം തന്ന നിങ്ങളെ ഞാൻ കൊല്ലും. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ മോളെ? ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. എന്റെ വാപ്പയെ പറയരുത്. എന്നെ പറഞ്ഞോ? എന്റെ വാപ്പയെ ഇഷ്ടം പോലെ പൊന്നും പണ്ടോ ഒക്കെ. ആ മതി. ഇന്നത്തെ രാത്രി നശിപ്പിക്കരുത്. ഞാൻ പെട്ടെന്ന് പറഞ്ഞതല്ലേടി. എനിക്ക് അറിഞ്ഞൂടെ നിന്റെ വാപ്പയെ. അങ്ങേര് 100 പവനും ഒരു കാറും തന്നല്ലേ അന്നെ എനിക്ക് തന്നത്. അതാ ഞാനും ചോദിക്കണേ. ആ കാറുള്ളപ്പോ പിന്നെന്തിനാ ഈ കാറ്? ആ കാറ് പഴഞ്ചനായില്ലേ? അതാ ഞാനത് കൊടുത്തിട്ട് പുതിയത് വാങ്ങിയത്. പടച്ചോനെ, ആ കാറുകൾ വിറ്റോ? ആ വിറ്റു. എന്നാലെന്താ, അതിനേക്കാൾ സ്റ്റൈലും കാറല്ലേ പുറത്ത് കിടക്കണേ. എന്നാലും സമയം 12 മണിയായി. നീ വന്ന് കിടക്കാൻ നോക്ക്. ആയിഷ ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് റിയാസിന്റെ അരികിൽ വന്ന് കിടന്നു. തന്റെ നേർക്ക് മുഖം തിരിച്ച റിയാസിന്റെ പുറകിലെ ജനാലയുടെ ഗ്ലാസിലൂടെ ഒരു തീനാളം ആയിഷ കണ്ടു. അല്ലോ, തീ! എവിടെ? റിയാസ് ചാടി എഴുന്നേറ്റു. ദാ അവിടെ. റിയാസ് വാതിൽ തുറന്ന് പുറത്തു വന്നു. അയാൾ ഞെട്ടിപ്പോയി. മുന്നിൽ ആളിക്കത്തുന്ന തീയിൽ അയാളുടെ മുഖത്ത് വിയർപ്പ് കണങ്ങൾ തിളങ്ങി. അയാളുടെ പുതിയ കാർ പൂർണ്ണമായും അഗ്നിക്കിരയായിരിക്കുന്നു. ആ വീടിന് ചുറ്റും നായ്ക്കൾ ഓരിയിടാൻ തുടങ്ങി. ആയിഷ ഭയന്ന് പിറകിലേക്ക് മാറി. പിറകിൽ ഭിത്തിയിൽ തൂക്കിയിട്ട ക്ലോക്ക് തറയിൽ വീണ് പൊട്ടിച്ചിതറി. ആയിഷ ഉറക്കെ നിലവിളിച്ചു. തന്റെ കാറ് കത്തിച്ച ആളെ കണ്ടുപിടിക്കാൻ വീടിന്റെ ഗേറ്റ് തുറക്കാൻ ശ്രമിച്ച റിയാസിന്റെ മുന്നിൽ
നായ്ക്കളുടെ ഭീകരമായ കിതപ്പും മുരളലും കേൾക്കാമായിരുന്നു. ആ അവസ്ഥയിൽ ആ ഗേറ്റ് തുറക്കാനുള്ള ധൈര്യം അയാൾക്കില്ലായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ASI രവീന്ദ്രൻ രഹസ്യമായി ദേവന്റെ വീട്ടിലെ നമ്പറിലേക്ക് വിളിച്ചു പറഞ്ഞിരുന്നു. രാഘവൻ ദേവന്റെ ജാമ്യത്തിനു വേണ്ടി പല വക്കീലുമാരെയും സമീപിച്ചു. മീനാക്ഷി ഏതു നേരവും അവനു വേണ്ടി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ദേവൂട്ടി മീനാക്ഷിയുടെ അടുത്ത് വന്നിരിക്കും. ആ 2 പെൺകുട്ടികളും കെട്ടിപ്പിടിച്ചേറെ നേരം കരയും. ജോർജീപ്പനുമായി ബന്ധപ്പെട്ട കേസായതിനാൽ കോടതിയിൽ പ്രതിഭാഗത്തിനു വേണ്ടി ഹാജരാകാൻ പ്രമുഖരാരും തയ്യാറായിരുന്നില്ല. എല്ലാവരും ജൂനിയേഴ്സിനെ അയക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ്. രാഘവൻ നിരാശയോടെ പട്ടണത്തിലൂടെ നടക്കുകയാണ്. ആ സമയം ഒരു ഇന്നോവ കാർ രാഘവന്റെ മുൻപിൽ വന്നു നിന്നു. വൃദ്ധനായ ഡ്രൈവർ വണ്ടിയിൽ നിന്നും ഇറങ്ങി. ചേട്ടാ, ചേട്ടനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. ആര്? എന്റെ സാറ്, വക്കീൽ നന്ദകുമാർ. നന്ദകുമാർ വക്കീലോ? അതിപ്രശസ്തനായിരുന്നു ആ അഭിഭാഷകൻ. രാഘവൻ ആ കാറിലേക്ക് കയറി. ഇതേ സമയം ജോർജീപ്പൻ പീറ്റേഴ്സൺ എസ്റ്റേറ്റിലെ പണിക്കാരും വളർത്തുമൃഗങ്ങളുമായ ആ 9 സ്ത്രീകളെ കൊല്ലാൻ ആളെ വിട്ടിരുന്നു.